ഇന്നത്തെ ഗോസ്പൽ പാസേജ് ഒരു ഇവാലുവേഷനാണ്. 72 പേരെയും യേശു പലയിടങ്ങളിലായിട്ട് 2 പേര് വീതം വിട്ട് അവർ തിരിച്ചു വന്ന് അവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നു. അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അവർ ഒത്തിരി എക്സൈറ്റഡ് ആണ്. അതിനവർ പറയുന്നു, കർത്താവേ, ഞങ്ങൾ പിശാചുക്കളെയൊക്കെ കീഴ്പ്പെടുത്തി, അത് സ്വർഗത്തിൽ നിന്ന് നിബന്ധിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. അവർക്കൊത്തിരി സന്തോഷമാണ്. യേശു അതിനൊത്തിരി അപ്രിഷ്യേറ്റ് ചെയ്തു. പക്ഷേ യേശു പറഞ്ഞൊരു വാക്ക് ഇതാണ്: ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതാണ് ആവേശം. ചെയ്യുന്ന കാര്യങ്ങൾ അത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലെ വാക്കുകളാണ്. 7-ാം അധ്യായത്തിൽ 21-ാം വാക്യമൊക്കെ തുടങ്ങുമ്പോൾ കർത്താവ് പറയും, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കാനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് തീരുന്നത്. നിങ്ങൾ പറയും, ഞങ്ങൾ പ്രവചിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവേ. എനിക്ക് തോന്നുന്നു ഈ ചെയ്ത കാര്യങ്ങളല്ല നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനേക്കാളുപരി നമ്മൾ സ്വർഗത്തിൽ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടോ, നമ്മൾ ആ ലിസ്റ്റിൽ പെടുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. കർത്താവിൻ്റെ ലിസ്റ്റ് ബുക്കിൽ നമ്മളുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടോ? ഉറപ്പിക്കേണ്ട കാര്യം അതാണ്. ഇന്ന് ആഗോളസഭ ഫ്രാൻസിസ് അസ്സിസിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒത്തിരി ധനികനായ കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് അയാൾ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ധനമൊക്കെ പാവങ്ങൾ കൊടുത്ത് ഒരു കൈയടി വാങ്ങിക്കാമായിരുന്നു, അതൊരു വിശുദ്ധിയായിട്ട് കരുതുകയും ചെയ്യാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം ഉള്ളതും കൂടി നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല, തൻ്റെ ഉടുതുണി പോലും ഊരി നഗ്നനായിട്ട് നിന്നിട്ട് എനിക്കിനി ഒരു സ്വർഗസ്ഥനായ പിതാവേ ഉള്ളൂ എന്ന് പറഞ്ഞ് സാക്ഷ്യം നൽകി. എത്ര മനോഹരമായിട്ടാണ് ഒരാൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ 2-ാം ക്രിസ്തു എന്ന് ലോകം വിളിച്ചത്. യേശു എന്തുമാത്രം പിതാവിനുമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു, അതേ കണക്ക് ഈ ഭൂമിയിൽ ഒരാൾ പിതാവുമായി അറ്റാച്ച്ഡ് ആയിരിക്കാൻ ആഗ്രഹിച്ചു. ക്രിസ്തു നടന്ന ഈ ഭൂമിക്ക് മേലെ ഒരാൾ ക്രിസ്തുവിനെ പോലെ നടന്നു. അതാണ് അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറപ്പിച്ചൊരു കാര്യം ഇതാണ്: ക്രിസ്തു അനുഭവിച്ച ദാരിദ്ര്യം, ക്രിസ്തു കടന്നുപോയ സഹനം, ക്രിസ്തു കടന്നുപോയ ജീവിതം എനിക്കുമുണ്ടാകണം. ആ ഉറപ്പീര് മറ്റൊന്നിനും വേണ്ടിയല്ലായിരുന്നു, സ്വർഗത്തിൽ പേരെഴുതി ചേർക്കാനായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ചെയ്തു തീർത്ത കാര്യങ്ങളെയും കുറിച്ച് സന്തോഷിക്കേണ്ട നിമിഷമല്ല ഇത്. എഴുതപ്പെട്ട കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പൊന്നു തമ്പുരാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊക്കെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ എഴുതപ്പെട്ട ഒരാളെയാണ് സഭ എന്ന് ധ്യാനിക്കുന്നത്, അസീസിയിലെ ഫ്രാൻസിസ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം കരുതിയ സുകൃതം, കനൽ വഴി ലോകം ചരിച്ചൊരു കാലം, ദൈവം കരുതിയ സുകൃതം. ക്രിസ്തുവിനോടുള്ള സ്നേഹമതല്ലയോ രണ്ടാം ക്രിസ്തുവായി തീർത്തതങ്ങേ. ക്രിസ്തുവിനോടുള്ള സ്നേഹമതല്ലയോ രണ്ടാം ക്രിസ്തുവായി തീർത്തതങ്ങേ. കനൽ വഴി ലോകം ചരിച്ചൊരു കാലം.
പകരും പള്ളി പോൽ നീ കണ്ടു. ശംഖകൂടാ ദേവം പണിതു, സ്നേഹം കൊണ്ട പള്ളി തീർത്തു. ശംഖകൂടാ ദേവം പണിതു, സ്നേഹം കൊണ്ട പള്ളി തീർത്തു. അസീസിൽ തെളിഞ്ഞ ദീപമേ, പാരെ പരന്ന പ്രകാശമേ, സംശുദ്ധവാൻ ഫ്രാൻസിസ് പരാ, മാർഗ്ഗം തെളിച്ചിടണമേ. അസീസിൽ തെളിഞ്ഞ ദീപമേ, പാരെ പരന്ന പ്രകാശമേ, സംശുദ്ധവാൻ ഫ്രാൻസിസ് പരാ, മാർഗ്ഗം തെളിച്ചിടണമേ. കനൽ വഴി ലോകം ചരിച്ചൊരു കാലം, ദൈവം കരുതിയ സുകൃതം. അശാന്തി പെരുകിടുമീ ലോകം, മാധ്യസ്ഥമേകാൻ കേഴുമെന്നും. അശാന്തി പെരുകിടുമീ ലോകം, മാധ്യസ്ഥമേകാൻ കേഴുമെന്നും. ശാന്തി തൻ സന്ദേശമേകാൻ ദൂതരായി മാറ്റണേ നൂനം. ശാന്തി തൻ സന്ദേശമേകാൻ ദൂതരായി മാറ്റണേ നൂനം. കനൽ വഴി ലോകം ചരിച്ചൊരു കാലം, ദൈവം കരുതിയ സുകൃതം. ക്രിസ്തു